morning, dear children. So we are moving on to the graphical part of this chapter, processing of data. എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്: എഡിറ്റിംഗ്, കോഡിംഗ്, ക്ലാസിഫിക്കേഷൻ ആൻഡ് ടാബുലേഷൻ. സോ ഇന്ന് നമുക്ക് വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ് നമുക്ക് കവർ ചെയ്യാനായിട്ടുള്ളത്. ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ്. സോ ഏതൊരു കാര്യം നമ്മൾ വെൻ വി യൂസ് ടു പുട്ട് ഇൻ വേർഡ്സ്, നമ്മളത് എഴുതുന്നതിനേക്കാളും ഒരു പിക്ചറിലൂടെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ചില സ്ഥലങ്ങളിൽ നോ സ്മോക്കിംഗ് എന്നുള്ളത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. ഓക്കെ, നോ സ്മോക്കിംഗ് എന്നുള്ളത് വൈറ്റ് ബോർഡിൽ റെഡ് ലെറ്റേഴ്സ് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. സോ അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ടു ഗെറ്റ് അട്രാക്റ്റഡ്, അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡിൽ എഴുതുന്ന സമയത്ത് പെട്ടെന്ന് ആൾക്കാർക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. സോറി. അപ്പോൾ അതിലെ ആ ഒരു ബോർഡിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ, എഴുതാനും വായിക്കാനും അറിയാവുന്ന ഒരാൾക്കാണ്, അല്ലെങ്കിൽ വായിക്കാൻ അറിയാവുന്ന അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും ഒരു സ്കൂളിംഗ് അല്ലെങ്കിൽ ഒരു മിനിമം എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർക്കാണ് എന്താണ് എഴുതിയിട്ടുള്ളതെന്ന് വായിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ സിനിമാ തിയേറ്ററുകളിൽ അല്ലെങ്കിൽ മാളുകളിൽ ആൾക്കാർ കൂടുന്ന സ്ഥലത്ത്, നമ്മുടെ ബസ് സ്റ്റാൻഡുകളിൽ, അതല്ലാന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻസിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സിഗാർ കത്തിച്ചിട്ടുള്ളത്, ജസ്റ്റ് അതും ഒരു ഇൻറ്റു മാർക്ക് ഇട്ടിട്ടുള്ളത് കാണാം. ഓക്കെ, വാട്ട് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ സെയിം തിങ്, നോ സ്മോക്കിംഗ് തന്നെയാണ്. പക്ഷേ നോ സ്മോക്കിംഗ് നമ്മൾ എഴുതുന്നതും ഒരു സിഗാർ കത്തിച്ചിട്ടുള്ളതും നമ്മളൊരു ക്രോസ് മാർക്ക് ഇടുന്നതും രണ്ടും ഡിഫറെൻ്റാണ് അല്ലേ? ഒന്ന് പിക്ചറാണ്, മറ്റൊന്ന് റിട്ടൺ ആണ്, ടെക്സ്റ്റാണ്. അപ്പോൾ പിക്ചർ കാണുമ്പോൾ, ഈ ഇമേജ് കാണുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു സിഗാർ കത്തിക്കാൻ പാടുള്ളതല്ല. ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ടു സ്മോക്ക് എന്നുള്ളത് മനസ്സിലാകാനായിട്ട് സാധിക്കും. ആർക്ക്? ഈവൻ എ പേഴ്സൺ ഹു ഈസ് നോട്ട് ലിറ്ററേറ്റ്. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണിനും അത് കണ്ടാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അതല്ലേ? അതേപോലെ തന്നെ മൊബൈൽ ഫോൺസ് ഇട്ടിട്ട് ഇൻറ്റു മാർക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്ലേസ് യു ആർ നോട്ട് സപ്പോസ് ടു സ്വിച്ച് ഓൺ യുവർ മൊബൈൽ ഫോൺസ്. പ്രത്യേകിച്ച് പള്ളികളിലോ അതല്ലാന്നുണ്ടെങ്കിൽ വർഷിപ്പ് ചെയ്യുന്ന അമ്പലങ്ങളിലോ അതേപോലെ തന്നെ മോസ്കുകളിലോ ഒന്നും നമ്മൾ മൊബൈൽ ഫോൺസ് അലൗഡ് അല്ല. ഇഫ് ഇറ്റ് ഈസ് സോ, അങ്ങനെ എങ്ങാനും നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതിൽ ശബ്ദം വരികയാണെന്നുണ്ടെങ്കിൽ, അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാകുമെന്നുണ്ടെങ്കിൽ ദറ്റ് ഈസ് പണിഷബിൾ എന്നുള്ളതാണ്. സോ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ക്യാൻ സ്പീക്ക് മോർ ദാൻ വേർഡ്സ് എന്നുള്ളതാണ്. സോ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ റോസ് ആൻഡ് കോളംസിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരൊറ്റ ഗ്രാഫിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് എനി വൺ ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് അല്ലേ? കുറേ ഡാറ്റാസ് നമ്മളിങ്ങനെ ടേബിൾ റോസ് ആൻഡ് കോളംസിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ബട്ട് വെൻ യു റെപ്രസെൻറ്റ് ഇറ്റ് ബൈ എ ഗ്രാഫ്, ഇറ്റ് ഈസ് ക്ലിയർലി നോൺ വെദർ ദി ഗ്രാഫ് ഈസ് ഗോയിങ് അപ്വേർഡ് ഓർ ഡൗൺവേർഡ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രാഫുകളിൽ വരുന്ന ടൈപ്പുകളിനെ കുറിച്ചിട്ടും ഗ്രാഫിൻ്റെ ഇമ്പോർട്ടൻസും കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ ഡിസൈറബിൾ ടു പ്രസൻറ്റ് ഡാറ്റ ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ്. ഇറ്റ് ഈസ് ഡൺ അലോങ് വിത്ത് ദി ടാബുലർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ വരുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഇൻവോൾവ്സ് graphs, charts and pictorial devices
and it is helpful to condense large data. വലിയ ഡാറ്റാസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കാണുമ്പോൾ അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാളും ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും when it is represented by using any kind of chart. സോ ഓരോ ചാർട്ടും യൂസ് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റേതായ എന്താ പറയുക ഒരു പർപ്പസ് ഉണ്ട്. എല്ലാത്തിനും കയറി എല്ലാ ചാർട്ടും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ പർപ്പസ് ഓഫ് സ്റ്റഡീനെ ബേസ് ചെയ്തിട്ടാണ് വിച്ച് ചാർട്ട് ടു യൂസ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു ദാറ്റ് പാർട്ട്, നമ്മുടെ ടൈപ്സിലേക്ക് കടക്കുന്നതിനേക്കാളും മുമ്പ് വിൽ സീ വാട്ട് ആർ ദി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് എന്നുള്ളത് നോക്കാം. ഓക്കെ, the chart must have a title. അല്ലേ, വെറുതെ ഒരു ചാർട്ട് വരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിൻ്റെ ചാർട്ടാണെന്ന് മനസ്സിലാവണ്ടേ. അപ്പോൾ മിസ്സ് പറഞ്ഞത് എവിടെ പോയി മിസ്സേ കണ്ടു കഴിഞ്ഞാൽ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ടേ. ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, അല്ലാത്തവർക്ക് ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പോക്ക് മാപ്പോട്ടാണോ കീപ്പട്ടാണോ എന്നുള്ളത് നമുക്ക് നോക്കി അറിയാമല്ലോ. ഓക്കെ, സോ ചാർട്ട് മസ്റ്റ് ഹാവ് എ ടൈറ്റിൽ. അതേപോലെ തന്നെ ദ ടൈറ്റിൽ ഓഫ് ദി ചാർട്ട് ഷുഡ് ബി പ്ലേസ്ഡ് എബവ് ദി ചാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് ടൈറ്റിൽ കൊടുക്കുന്ന സമയത്ത് ചാർട്ടിന് ഏതെങ്കിലും ഒരു കോർണറിൽ എഴുതിയിട്ട് കാര്യമില്ല. എബവ് ദി ദറ്റ് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദി ചാർട്ട് ഷുഡ് ബി പ്ലേസ്ഡ് എബവ് ദി ചാർട്ട്. ചാർട്ടിൻ്റെ ഏറ്റവും മുകളിലാണ് നമ്മൾ അതിൻ്റെ ചാർട്ടിൻ്റെ ടൈറ്റിൽ നമ്മൾ എഴുതേണ്ടത്. ദ ടൈറ്റിൽ ഷുഡ് ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് സിമ്പിൾ ആൻഡ് ഷുഡ് പോർട്രേ ദ നമ്പർ ഓഫ് ഡാറ്റ presented. Numerical data on which graphic is drawn must be supplemented as a ടേബിൾ. അപ്പോൾ ന്യൂമറിക്കൽ ഡാറ്റ ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിന് ഒന്നും കൂടിയും നമുക്കത് എന്താ പറയുക ഒരു ടേബിൾ കോളത്തിൽ കൊടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് അത് ഗ്രാഫിക്കൽ രൂപത്തിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഓക്കെ, ആൻഡ് ദെൻ ദ സ്കെയിൽ ഇൻട്രവൽ ഷുഡ് ബി ഈക്വൽ. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യുന്ന എക്സ് ആൻഡ് വൈ ആക്സിസിലൊക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇൻട്രവൽസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഷുഡ് ബി ഹാവ് ദി ഈക്വൽ മെഷർ എന്നുള്ളതാണ്. And then each curve or bar on the chart should be labeled. If there are more than one curves or bar, they should be differentiated with colors or pattern. അപ്പോൾ ഓരോ ചാർട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ബ്ലോക്കായിട്ടുള്ള ബാർ ഡയഗ്രാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്നിനും ഒരു സ്പെസിഫിക് കളേഴ്സ് നമ്മൾ കൊടുക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്തിനുള്ളതാണ്? ടു ഐഡൻറ്റിഫൈ തിങ്സ് വെരി ഈസിലി, to represent it in the graphical form. ഒരു എന്താ പറയുക ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടും പെട്ടെന്നൊരു വലിയൊരു ലാർജ് ഡാറ്റ ആയാൽ പോലും നമുക്കതിൻ്റെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇഫ് യു വാണ്ട് ടു നോ ദി സെയിൽസ് ഫോർ 5 years, അപ്പോൾ 5 yearsൻ്റെ സെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്കതൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക ബാർ ചാർട്ടൊക്കെ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബാറുകളും അതിൻ്റേതായ ഓരോ ഇയറിലും ഉണ്ടായിട്ടുള്ള ഹൈറ്റ്സിന് ദറ്റ് ഈസ് നമ്മൾ എന്താ പറയുക പ്രോഫിറ്റ്സിന് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ലെവൽ ഓഫ് പ്രോഫിറ്റ്സ് വരുന്ന സമയത്ത് എവറി ഇയർ നമ്മൾ ഈ പ്രോഫിറ്റ്സ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം വെദർ ഇറ്റ് ഗോസ് ഡൗൺ ഓർ വെദർ ഇറ്റ് ഗോസ് അപ്പ്, സെയിൽസിൻ്റെ ഒരു പ്രപ്പോർഷൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ കാര്യങ്ങൾ വലിയ ഡാറ്റാസ് വലിയ കാര്യങ്ങൾ കുറേയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളതാണ് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൈപ്പ് ഓഫ് ചാർട്ടിലേക്ക് കടക്കാം. ടൈപ്പ് ഓഫ് ചാർട്ടിൽ വരുന്നത് ലൈൻ ഗ്രാഫ്, ബാർ ചാർട്ട്, സർക്കിൾ ചാർട്ട് ആൻഡ് പിക്ടോഗ്രാംസ്. ഓക്കെ, സോ ലൈൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ തന്നെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് ലൈൻ ഗ്രാഫ്. ദാറ്റ് ഈസ് മെയിനായിട്ട് ലൈൻ ഗ്രാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു കണ്ടിന്യൂവേഷൻ, ഒരു സംഭവം ഒരു സ്ഥലത്ത് തുടങ്ങി അവിടുന്ന് അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്ന ഒരു ഗ്രാഫായിരിക്കും ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ. ലൈൻ ഗ്രാഫ് ഇസ് യൂസ്ഡ് ടു ഷോ കണ്ടിന്യൂയിങ് ഡാറ്റ. എ ലൈൻ ഗ്രാഫ് ഇസ് യൂസ്ഡ് ടു ഷോ കണ്ടിന്യൂയിങ് ഡാറ്റ. How one thing is affected by another. How one thing is affected by the
another. അപ്പോൾ ഒരെണ്ണം മറ്റൊന്നിനെ എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈസിലി വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ദാറ്റ് ഈസ് ഫ്രം ഹിയർ ഇറ്റ് ഗോസ് ഡൗൺ, then again down and then it goes upwards. സോ എന്താണ് അവിടെ സംഭവിക്കുന്നത്, എപ്പോഴാണ് അവിടെ മുകളിലേക്ക് പോകുന്നത്, എപ്പോഴാണ് താഴത്തേക്ക് വരുന്നത്, പിന്നെ നമുക്ക് അതിൻ്റെ റീസൺസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വൈ ഇറ്റ് ഗോസ് ഡൗൺ ഓർ വൈ ഇറ്റ് ഗോസ് അപ്പ് എന്നുള്ളത്. ഓക്കെ, സോ ഹൗ ഒരു കാര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഇറ്റ് ഈസ് ഗെറ്റ് എഫക്റ്റഡ് ബൈ അനദർ എന്നുള്ളത് ഈസിലി മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ചില സമയത്ത് ഗ്രാഫ് മുകളിലേക്ക് പോകുന്നുണ്ട്, അപ്പോൾ ആ ഒരു വർഷം എന്തോ അവിടെ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു വർഷത്തിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഡിക്ലൈനിലേക്കാണ് പോണത്. അപ്പോൾ എന്താണ് ആ വർഷം സംഭവിച്ചത്? സോ ഇറ്റ് ഗിവ്സ് യു എ ഹിൻറ്റ് വൈ ഇറ്റ് ഈസ് സോ എഫക്റ്റഡ് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ലൈൻ ഗ്രാഫിലൂടെ. സോ വെൻ ഇറ്റ് ഈസ് റിപ്രസെൻറ്റഡ് ഫോർ എ കണ്ടിന്യൂസ് ഡാറ്റ വി യൂസ് ടു ഡ്രോ അല്ലെങ്കിൽ വി യൂസ് ടു റെപ്രസെൻറ്റ് ലൈൻ ഗ്രാഫ് എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിയർ ടു സീ ഹൗ തിങ്സ് ആർ ഗോയിങ് ബൈ ദ റൈസസ് ആൻഡ് ഫാൾസ് എ ലൈൻ ഗ്രാഫ് ഷോസ്. This kind of graph is needed to show the effect of an independent variable on a dependent variable. So ഒരു independent variable ഒരു dependent variableനെ അവിടെ റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചേഞ്ചസ് വരുന്നത്, വാട്ട് മേക്സ് ദി ചേഞ്ചസ് എന്നുള്ളത് can be easily found out by using line graphs. Okay, second thing is histogram. Histogram എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നമ്മളിപ്പോൾ ഒരു ഇതിലൊരു ബിൽഡിംഗ് ഒക്കെ വരച്ച് വെക്കണ പോലെ ജസ്റ്റ് ഇതിങ്ങനെ ഇറ്റ് ഈസ് കണക്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് ഡ്രോൺ എന്നുള്ളതാണ്. സോ വിൽ സീ വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വാട്ട് മേക്സ് ദിസ് കണക്ഷൻ എന്നുള്ളത് നോക്കാം. ദ വേർഡ് ഹിസ്റ്റോഗ്രാം ആദ്യം തന്നെ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, നമ്മുടെ ഗ്രീക്ക് വേർഡ് എന്നാണ് ഹിസ്തോസ്. ഹിസ്തോസ് മീൻസ് എനിത്തിങ് സെറ്റ് അപ്പ് റൈറ്റ്, എനിത്തിങ് സെറ്റപ്പ് റൈറ്റ് എന്നുള്ളതാണ്. ഗ്രാമ എന്ന് പറയുന്നത് ഒരു റെക്കോർഡിംഗ് ആവാം, ഒരു റൈറ്റിംഗ് ആവാം. ഓക്കെ, സോ എന്ത് കാര്യങ്ങളും അപ്വേർഡ്സിലേക്കാണ് ഇവർ ഇതിൻ്റെ ഗ്രാഫ് നമുക്ക് എപ്പോഴും നിൽക്കുന്നത്, താഴ്ത്തിക്കല്ല. Okay, so histogram is a graphical version of a table that shows what proportion of cases fall into each of several unspecified categories. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില പ്രൊപ്പോർഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കയറ്റം വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ഒരു ഇറക്കം വരുന്നുണ്ട്. സോ വാട്ട് മേക്സ് ദിസ് റൈസ് ആൻഡ് ഫാൾസ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറയുന്നത്. Okay, and then the range of the variable is divided into class intervals for which the frequency of occurrence is represented by rectangular column. And then the histogram differs proportionally to the frequency of observations with the interval. The histogram differs from a bar chart in that it is the area of the bar that denotes a value, not the height എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഈ ഒരു പർട്ടിക്കുലർ ഏരിയ ഇതാണ് അതിൻ്റെ ചേഞ്ചസിനെ എഫക്റ്റ് ചെയ്യുന്നത് ആൻഡ് നോട്ട് ദോസ് ഹൈറ്റ്സ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഹിസ്റ്റോഗ്രാമിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നൗ വിൽ മൂവ് ഓൺ ടു ദി ബാർ ചാർട്ട്. ബാർ ചാർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ യൂസ്ഡ് ഫോർ കമ്പയറിങ് ടു ഓർ മോർ വാല്യൂസ്. അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ചിലപ്പോൾ ഇയേഴ്സ് ആയിരിക്കാം, 10 to 15 years, 15 to 20 years, 20 to 25 years വന്നിട്ടുള്ള മാറ്റങ്ങളായിരിക്കാം. അപ്പോൾ വരുന്ന ചേഞ്ചസ് എന്താണ്, എങ്ങനെയാണ്? സോ ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിൽ വരുന്ന അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻ്റർവെൽസിൽ വരുന്ന ചേഞ്ചസ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. ബാർ ചാർട്ട്സ് ആർ യൂസ്ഡ് ഫോർ കമ്പയറിങ് ഇറ്റ്. സോ വാട്ട് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് വാട്ട് ഹാസ് ഹാപ്പൻഡ് നൗ, വാട്ട് വിൽ ബി ഫ്യൂച്ചർ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് അറിയാൻ വേണ്ടിയിട്ട് ബാർ ചാർട്ട് യൂസ് ചെയ്യാറുണ്ട്. ദ ബാർസ് ക്യാൻ ബി ഹോറിസോണ്ടലി ഓർ വെർട്ടിക്കലി ഓറിയൻറ്റഡ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ ദ വെരി ഇൻട്രസ്റ്റിംഗ് പാർട്ട് ഇസ് പൈ ഡയഗ്രാം അല്ലെങ്കിൽ സർക്കുലർ ചാർട്ട് എന്നുള്ളതാണ്. സർക്കിൾ ചാർട്ടിൽ വരുന്നതാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. പൈ ഡയഗ്രാം എന്ന് പേര് വരാൻ കാരണം തന്നെ നമുക്കറിയാം, അത് ഓൾമോസ്റ്റ് ഒരു
പീസ് ഓഫ് പൈ അല്ല, ഒരു പർട്ടിക്കുലർ പൈ അങ്ങനെ തന്നെ നമ്മൾ ചില പ്രപ്പോർഷനേറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കാം. ഒരു സർക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ പല സെഗ്മെൻ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇത് ഒരു സെക്ടറൽ സെഷനിൽ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് സ്റ്റേറ്റുകളിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഇതിൻ്റെ ഉത്ഭവങ്ങളുള്ളത്, ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉള്ളത്, ഏതൊക്കെ സ്റ്റേറ്റിലാണ് കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത് എന്നുള്ളതൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സെക്ടർ വൈസ് നമുക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഓരോ സെഗ്മെൻറ്റിലും നമ്മൾ ഓരോ ചെറിയ രീതിയിലുള്ള ഒരു ഡിസൈൻസ് കൊടുത്തിട്ട് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ദീസ് റെപ്രസെൻറ്റ്സ് ദിസ് മച്ച് ഓഫ് പ്രൊപ്പോർഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൽ ഇത്രയാണ് അതിൻ്റെ മെയിൻ വാല്യൂ എന്നുള്ളത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പൈ ഡയഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ പൈ ഡയഗ്രാമിൽ ഒന്നുകൂടി ഇറ്റ് ഈസ് എ സർക്കുലർ ചാർട്ട് ഡിവൈഡഡ് ഇൻ ടു സെക്ടേഴ്സ്, ആൻഡ് ദെൻ the sectors create a full disk. It is named for the resemblance to a pie which has been sliced. While the pie chart is perhaps the most omnipresent statistical chart in the business world and the mass media, it is rarely used in scientific or technical publications. It is commonly used for presenting the sectoral distribution of national income. അപ്പോൾ അതിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കാണിക്കാനൊക്കെ ആയിട്ടാണ് മെയിനായിട്ട് സെക്ടറലായിട്ട് വരുന്ന ഡിവിഷനാണ് നമ്മൾ നോർമലി പൈ ചാർട്ടുകൾ നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പം നമുക്ക് ഒരുവിധം നിങ്ങൾ എന്താ പറയുക, ചെറിയ രീതിയിലെങ്കിലും ഡിഗ്രി ലെവലിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഏതിനൊക്കെയാണ് നമ്മൾ ഏതൊക്കെ ചാർട്ട് നമുക്ക് ഇഷ്ടമുള്ള ചാർട്ട്, ചേട്ടാ ഈ ചാർട്ട് നല്ല ഭംഗിയുണ്ട് ഇത് എടുത്തോ, അങ്ങനെ പറയുന്ന ചില കുട്ടികളുണ്ട്. ദിസ് ഈസ് നോട്ട് ദ വേ ടു യൂസ് ദോസ് ചാർട്ട്സ്. So what your data is going to represent എന്നുള്ളതാണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഏത് ചാർട്ടാണ് അതിന് വേണ്ടത് എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്താം. ഒരു കാര്യത്തിൻ്റെ ഒരു സീക്വൻസിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് ഏതാണ്? നമുക്ക് ലൈൻ ചാർട്ടാണ് വരുന്നത്. ഓക്കെ, നമ്മൾ പല സെക്ടേഴ്സായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സെക്ടറിലും എന്തായിരിക്കും എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പൈ ചാർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഒരു എന്താ പറയുക, അതിൻ്റേതായ ഒരു ഉദ്ദേശമുണ്ട് എന്തിനാണെന്നുള്ളത്. ഓക്കെ, ഇനിയും 2-3 വർഷത്തെ കാര്യങ്ങൾ കമ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർ ചാർട്ടുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഹൈറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിലും എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അതേപോലെ ഹിസ്റ്റോഗ്രാംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ത്തിനെ ബേസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ദെൻ they have given ഫ്രീക്വൻസി പോളിഗണിനെ കുറിച്ചിട്ട് ലോറൻസ് കർവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ഫ്രീക്വൻസി ടേബിൾ ആണ്. ദ ഇൻ്റർവെൽസ് ആർ ഷോൺ ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ദ നമ്പർ ഓഫ് സ്കോർസ് ഇൻ ഈച്ച് ഇൻ്റർവെൽ ഇസ് റിപ്രസെൻറ്റഡ് ബൈ ദ ഹൈറ്റ് of a point located above the middle of the interval. So ഇതിൽ തന്നിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് എ ഫ്രീക്വൻസി ടേബിളാണ്. ഇൻ്റർവെൽസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ദ മിഡിൽ ഓഫ് ദി പാർട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഹൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദ പോയിൻറ്റ്സ് ഓരോ ഇതിലും നമ്മൾ മാർക്ക് ചെയ്യുന്ന പോയിൻറ്റ്സ് ഒക്കെ കൂടി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതൊരു ഏകദേശം ഒരു പോളിഗണിൻ്റെ ഒരു ഫോമിലേക്കാണ് എത്തുന്നത്. Okay, the points are connected so that together with the x-axis they form a polygon. If 2 or more series are shown on the same graph, the curves can be made with a different kind of ruling. അപ്പം നമ്മൾ ഓരോ ഇതിലിപ്പോൾ എന്താ പറയുക പോളിഗൺ നമ്മൾ 2-3 കാര്യങ്ങളാണ് അതിൽ സെയിം ഗ്രാഫിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സിലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഗ്രാഫും റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏതിനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഓരോ പോളിഗണും ഏതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ ലോറൻസ് കർവിനെ കുറിച്ചിട്ടാണ്. ലോറൻസ് കർവ് എന്ന് പറയുന്നത് ഇസ് എ ലൈൻ ചാർട്ടാണ്. അതിൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി പ്രൊപ്പോർഷണാലിറ്റി ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ
And then to build the Lorentz curve വരയ്ക്കാനായിട്ട് നമുക്ക് all the elements of the distribution must be ordered from the most important to the least important. അപ്പോൾ ആദ്യം വരേണ്ടത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ അല്ല, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വാല്യൂ ഹയസ്റ്റ് വാല്യൂ എന്ന് ലീസ്റ്റിലേക്കാണ് നമ്മളത് ആദ്യം അറേഞ്ച് ചെയ്യേണ്ടത്. ദെൻ ഈച്ച് എലമെൻറ്റ് ഇസ് പ്ലോട്ടഡ് according to their cumulative percentage of x and y. X being the cumulative percentage of elements. The Lorentz curve is compared with the perfect equality line, which is linear relationships that plots a distribution where each element has an equal value in its share of x and y എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് എലമെൻറ്റ്സ് ഓരോന്നും ആദ്യം തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റിലേക്ക് നമ്മൾ ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിന് ദാറ്റ് ഈസ് എന്താ പറയുക, നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് കണക്റ്റഡ് ആൻഡ് യു വിൽ ഗെറ്റ് ദി ലോറൻസ് കർവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എക്സ് ആൻഡ് വൈ എന്ന് പറയുമ്പോൾ ഈക്വൽ വാല്യൂ ഇൻ ഇറ്റ് ഷെയർസ് എന്നുള്ളതാണ്. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് അതിൻ്റെ കർവ് വരയ്ക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് അബൌട്ട് പിക്ടോഗ്രാംസ്. പിക്ടോഗ്രാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ചിലപ്പോൾ ആ ഒരു ഏത് എലമെൻറ്റിനെയാണോ നമ്മൾ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ എലമെൻറ്റിനെ തന്നെയായിരിക്കും അതിൻ്റെ ഒരു ചെറിയ ഒരു രൂപമായിരിക്കും നമ്മൾ അതിന് കൊടുക്കുന്നുണ്ടായിരിക്കാം. സേ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫാമിലി റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചില ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ, മദർ ആൻഡ് there will be one child. In some we can see that there will be father, mother and two children. അപ്പോൾ ആ ഒരു രീതിയിലും പിക്ടോഗ്രാംസ് നമുക്ക് വരാവുന്നത്. പിക്ടോഗ്രാംസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ റെപ്രസെൻറ്റേഷൻ ആണ് വരുന്നത്. ദ വാല്യൂസ് പ്രസൻറ്റഡ് ഇൻ ചാർട്ട് ആർ റെപ്രസെൻറ്റഡ് ബൈ ഐഡൻറ്റിക്കൽ പിക്ചേഴ്സ് ഓർ സിമ്പിൾസ്. സോ ഏകദേശം അത് തന്നെയാണ്, ആ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചാണ് അവർ പറയുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ പിക്ടോഗ്രാംസിൽ നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ തന്നിട്ടുള്ളത്, നമുക്കൊരു ഹെലികോപ്റ്ററിൻ്റെ ഇതാണ് അതിൽ തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 169 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൻ്റെ നമുക്ക് പിക്ടോഗ്രാം അവിടെ കാണാനായിട്ട് സാധിക്കും. സോ ജാനുവരിയിൽ എത്രത്തോളമാണ് അതിൻ്റെ മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ചെയ്തത്, അപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ആ ഒരു ചെറിയ രീതിയിലുള്ള സിമ്പിൾ എന്ന് പറയുന്നത്. Okay, each picture represents a fixed size of variable. The symbols or picture used must be suitable to the type of data. The following rules are to be observed while drawing a pictogram. എന്തൊക്കെ റൂൾസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. The picture or symbols used should be self explanatory. അവിടെ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ എന്താണെന്നുള്ളത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, ആ പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത്. സെക്കൻഡ് തിങ് ഇസ് ഈച്ച് സിമ്പിൾ സ്റ്റാൻഡ്സ് ഫോർ എ സൂട്ടബിൾ സം ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ നമ്മൾ ഒരു പിക്ചർ 1000 യൂണിറ്റ്സ് ആണ് എന്നുണ്ടെങ്കിൽ, സോ 2000 എന്ന് പറയുമ്പോൾ നമ്മൾ 2 പിക്ചറായിരിക്കും നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു പിക്ചർ എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കുന്നത് അതിന് സൂട്ടബിൾ സം ഓഫ് യൂണിറ്റ്സ് ആണ് ഒരു പിക്ചറിന് നമ്മൾ കൊടുക്കുന്നത്. ദ ചാർട്ട് ഷുഡ് ബി ക്ലിയർ ആൻഡ് ഷുഡ് ബി ഓൾസോ സിമ്പിൾ എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് വി ആർ മൂവിങ് ഓൺ വിത്ത് ഒജിവ്. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഇല്ലസ്ട്രേഷൻ പ്രോബ്ലംസ് ആണ്. ഇല്ലസ്ട്രേഷൻ പ്രോബ്ലംസ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്തെങ്കിലും നമുക്ക് അതിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഗൂഗിൾ മീറ്റ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടിയും വ്യക്തമായിട്ടത് മനസ്സിലാക്കി തരാം. ഓക്കെ, സോ ഒജീവ് കർവിൽ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ, ഒജീവ് കർവ് ഇസ് എ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ്. സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഓൾമോസ്റ്റ് ഇറ്റ് ഗോസ് ഹയർ ആൻഡ് ഹയർ because we are adding up the values. All the frequencies are എന്താ പറയുക, ഓരോ ഇതിലും ഓരോ സ്റ്റേജിൽ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ അത് ഒന്ന് ഹയസ്റ്റ് വരും. അപ്പോൾ സോ നമുക്കത് നോക്കണ സമയത്ത് അതിൻ്റെ ഒരു ഗ്രാഫ് നോക്കണ സമയത്ത് ഒരു എസ് പോലെ ആയിരിക്കും അതിൻ്റെ ഒരു ഫിനിഷിങ് വരുന്നത്.
Okay, there are two ways of constructing ogive or cumulative frequency curve എന്നുള്ളത്. The curve is usually of S shape. ഞാനത് പറഞ്ഞു, ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള നമുക്കൊരു എന്താ പറയുക, ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു ഷേപ്പിലാണത് പോകുന്നത്. ഓക്കെ, സോ അതിൻ്റെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആ ഒരു റേഞ്ചിലേക്ക് വന്ന് പിന്നെ അത് പതുക്കെ അങ്ങനെയാണ് താഴോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ഇറ്റ് മേ ബി ലെസ് ദാൻ ഒജീവ് കർവ് ഓർ മോർ ദാൻ ഒജീവ് കർവ് എന്നുള്ളതാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ റെപ്രസെൻറ്റിംഗ് പോപ്പുലേഷൻ per capita income. We can compare two or more distributions by converting data of the distributions to percentages to the total, then cumulating the percentages and plotting the ogive on the same grid. The difference in steepness and the shape of the ogives help to compare observations. അപ്പോൾ ഇതിൽ വരുന്ന ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് വരുന്ന ചേഞ്ചസ്. ഓക്കെ, സോ ഈ ചേഞ്ചസിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക് എന്നുള്ളത്. ഇറ്റ് ഈസ് ഹയസ്റ്റ് ആണോ ലോവസ്റ്റ് ആണോ എന്നുള്ളത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലൂടെ മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് തന്നിട്ടുള്ള ഈ ചെറിയ പ്രോബ്ലംസ് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സോ ഇതിൽ വലിയ പ്രോബ്ലംസ് ഒന്നും ചോദിക്കാനുള്ള ചാൻസസ് ഇല്ല. അപ്പം നമുക്ക് ഏതൊക്കെ ഗ്രാഫുകൾ യൂസ് ചെയ്യാം എന്നുള്ളതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ ഇല്ലസ്ട്രേഷൻ പ്രോബ്ലംസ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിലൊന്ന് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിലേതെങ്കിലും ഭാഗങ്ങൾ മനസ്സിലാവാത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ക്ലാസ്സിൽ നമുക്കത് കണ്ടക്ട് ചെയ്യുമ്പോൾ അത് അവസാനിപ്പിക്കാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പാർട്ടും കൂടി ഞാൻ തരാം. ഇവിടെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ എന്നുള്ളതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ പ്രൊജക്റ്റ് വർക്കിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന 3rd ചാപ്റ്റർ അല്ലേ, ഓർമ്മയിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഈ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റാസൊക്കെ അതിനെ നമ്മൾ എന്താ പറയുക, അനലൈസ് ചെയ്തിട്ട് അതിനൊരു ടാബ്ലർ കോളത്തിലേക്ക് മാറ്റി പിന്നെ അതിൻ്റേതായ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നമ്മളതിൽ കൊടുക്കുന്നത്. അങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആ ഒരു ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഇതിലും ആ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനെയറിൽ കളക്ട് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിലേക്ക് കൊണ്ടുവരികയാണ്, അനാലിസിസിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മളത് ടാബ്ലർ കോളത്തിലേക്ക് നമ്മുടെ ഗ്രാഫിക്കൽ രൂപത്തിലേക്ക് നമ്മളത് മാറ്റാണ്. ഇൻ്റർപ്രറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടാബ്ലർ ആയിട്ടുള്ള കോളംസ് ആണ്. Okay, so first analysis is done and we are finding out some things and then we are moving on to the interpretation table. Interpretation കഴിഞ്ഞാൽ പിന്നെ we are moving on to the graphical representation. അങ്ങനെയാണ് നമ്മൾ ആ ഒരു പാർട്ട് നമ്മൾ ചെയ്ത് അവസാനിക്കുന്നത്. Okay, so after processing of data, the next step is to analyze of data എന്നുള്ളതാണ്. Analysis of data is the most skilled task in the research process. Analysis of data means studying the tabulated material in order to determine inherent facts or meanings. So what it ultimately represents. അതിൽ നിന്ന് നമ്മളൊരു ചോദ്യം ചോദിച്ചു, അതിൽ എത്ര പേരാണ് എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്തേക്കണേ, ആൻഡ് വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ദാറ്റ് ആൻഡ് വാട്ട് യു ഹാവ് കളക്റ്റഡ് ഫ്രം ദാറ്റ്. സോ ദാറ്റ് ഷുഡ് ബി മെയ്ഡ് നോൺ. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനാലിസിസ്. വി ആർ അനലൈസിങ് pros and cons. We are analyzing through each and every questions which we have given in the questionnaire. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മളിപ്പോൾ നമ്മൾ സർവേ ആണ് നടത്തിയിട്ടുള്ളത്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ആണ് നടത്തിയിട്ടുള്ളത്. ആ സമയത്തൊക്കെ നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തുന്ന ഒരു സമയമാണിത്. Okay, in other words, analysis means the computation of certain indices or measures or coefficients along with searching for pattern of relationships that exist among data groups. In case of survey and experimental data, analysis involves estimating the values of unknown parameters of the population and testing of hypotheses for drawing inferences. ചില കേസുകളൊന്നും നമുക്ക് ഇൻ്റർവ്യൂ ബേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചറിയുമ്പോൾ കുറേ മാക്സിമം ഇറ്റ് ഇസ് അൺനോൺ പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കാം, ഇൻഫ്ലുവൻസസ് വരാം. സോ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്താലാണ്
നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഹൈപ്പോത്തസിസ് യൂസ് ചെയ്യേണ്ടി വരും, ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരിക്കും, അല്ല, ഏതൊരു കാര്യത്തിനും നമ്മുടേതായ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരിക്കും. സോ വി ആർ പുട്ടിങ് ഇറ്റ് ഇൻ ടു ദ ലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ ജഡ്ജ്മെൻറ്റ് ശരിയാണോ, നമ്മുടെ ജഡ്ജ്മെൻറ്റ് തെറ്റാണോ എന്നുള്ളത്. അതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മൾ ചെയ്യുന്നത് എപ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല. ചിലപ്പോൾ ടെസ്റ്റുകൾ നേരെ എന്താ പറയുക, നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ചിലപ്പോൾ മാറിപ്പോയേക്കും. അപ്പോൾ എന്തായിരിക്കും, ആ ഇൻഫർമേഷൻസ് അങ്ങനെ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഓപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് സംഭവിക്കാം. സോ നമ്മുടെ ഹൈപ്പോത്തസിസ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. ഓക്കെ, സോ അങ്ങനെ ഒരു ഡിസിഷൻ പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ പ്രോസസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ചാപ്റ്റർ. ഓക്കെ, സോ ഐ എം വൈൻഡിങ് അപ്പ് ദിസ് ചാപ്റ്റർ. താങ്ക് യു. നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ഡാറ്റ. അതിൻ്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാൻ തന്നത്. സോ വിൽ ഗോ ഇൻ ഡീറ്റെയിൽ ഓൺ ദി നെക്സ്റ്റ് ഡേ. Okay, thank you dear children.